നാഷണൽ ഹെറാൾഡ് കേസിൽ വാദം പൂർത്തിയായി. ഇ.ഡി കുറ്റപത്രം നിലനിൽക്കുന്നതാണോ എന്ന വാദത്തിൽ ഈ മാസം 29-ന് വിധി പറയും. ദില്ലി റോസ് അവന്യൂ കോടതിയാണ് ഉത്തരവിറക്കുക. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ 5 പേർക്കെതിരെയാണ് കുറ്റപത്രം. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, ഇ.ഡിയുടെ കുറ്റപത്രം നിലനിൽക്കുന്നതാണോ എന്നതിനാണല്ലോ ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. വാദം പൂർത്തിയായിരിക്കുന്നു. 29-ന് വിധി പറയും, അല്ലേ? മനു, തീർച്ചയായും ഇ.ഡി ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ കുറ്റപത്രത്തിൽ കഴിഞ്ഞ 8-9 ദിവസമായി വാദം തുടരുകയായിരുന്നു. ഇതിൽ ഇ.ഡിയുടെയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള 5 പ്രതികൾക്ക് ചേർക്കപ്പെട്ട 5 പേരുടെയും വാദങ്ങൾ പൂർത്തിയായി. ഇനിയിപ്പോൾ ഈ വാദത്തിൽ ഇ.ഡിയുടെ കുറ്റപത്രം നിലനിൽക്കുമോ, അല്ലെങ്കിൽ ഇ.ഡി ചുമത്തിയിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസടക്കം ഉള്ള വകുപ്പുകൾ അത് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഈ മാസം 29-ന് വിധി പറയും. ദില്ലിയിലെ റോസ് അവന്യൂ കോടതി ജഡ്ജി വിശാൽ ഗോഖ്ലെ അധ്യക്ഷനായ ബെഞ്ചാണ് ഇതിൽ വിധി പറയുക. വളരെ നീണ്ട വിശദമായ ഒരു വാദമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ നടന്നത്. എന്തായാലും ഈ നെഹ്റു കുടുംബത്തിന് പുറമെ സുമൻ ദുബെ, സാം പിട്രോഡ അതോടൊപ്പം തന്നെ അടക്കമുള്ള ആളുകളും ഇതിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇ.ഡി ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് 2000 കോടിയോളം ആസ്തിയുള്ള ഈ നാഷണൽ ഹെറാൾഡിന്റെ ഈ സ്വത്തുക്കൾ അത് മറ്റൊരു വ്യാജ കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് യങ് ഇന്ത്യ എന്ന പേരിൽ വ്യാജ കമ്പനി ഉണ്ടാക്കി ആ ഒരു 2000 കോടി രൂപയുടെ വസ്തുവകൾ സ്വന്തമാക്കി നെഹ്റു കുടുംബം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണത്തിന്മേലാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് വാദം ആരംഭിക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ വാദം പൂർത്തിയായി. ഇനിയിപ്പോൾ 29-ാം തീയതി ഈ കേസിൽ കുറ്റപത്രം നിലനിൽക്കും അല്ലെങ്കിൽ ഇല്ല എന്ന കാര്യത്തിൽ ഒരു വിധി പറയും. സ്വാഭാവികമായും അത് കോടതിയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ വളരെ നിർണായകമായ ഒരു കുറ്റപത്രത്തിലുള്ള വിധിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനു, ശരി. സിബി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.